അപ്പം ഞങ്ങൾ സെക്കൻഡ് ഡേ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഇന്നലെ ഒപ്പേറൈനിൽ സ്റ്റേ ചെയ്ത് ഇന്ന് രാവിലെ അവിടെ നിന്ന് ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത് ഗുൽമർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെയാണ് മഞ്ഞുമലകളൊക്കെ ഉള്ളത്. അപ്പം അങ്ങോട്ടാണ് നമ്മളെ യാത്ര. അത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗുൽമർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് 1 അവർ ജേണി ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളവിടെ ചെന്ന് ജസ്റ്റൊരു അധികം ഞങ്ങളങ്ങനെ കബളിപ്പിക്കപ്പെട്ടില്ല. പക്ഷേ ഇത് ജസ്റ്റ് കുറച്ച് തട്ടിപ്പായിപ്പോയി. ജസ്റ്റ് 1 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. ജസ്റ്റ് അവിടെ അങ്ങോട്ട് നടന്നിട്ട് കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ കാറ് ചെല്ലുന്നിടത്തു നിന്ന് കുറച്ച് നടന്നിട്ട് അവിടുന്ന് കേബിൾ കാർ വഴിയാണ് നമ്മൾ മലയിലേക്ക് പോകുന്നത്. ഈ കേബിൾ കാർ വരുന്നിടത്തേക്ക് ജസ്റ്റ് കുറച്ച് നടപ്പേ ഉള്ളൂ. ഇവന്മാർ കുറേ നടപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് നിന്ന് കുതിരയൊക്കെ പൈസയൊക്കെ മേടിച്ച് നമ്മളെ കൊണ്ടുപോയി. പക്ഷേ ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളായിരുന്നു എന്ന് പിന്നെയാണ് മനസ്സിലായത്. പിന്നെ നമ്മൾ ആദ്യമായിട്ടൊക്കെ പോകുമ്പം ചെറിയ ഒരു 1-2 അബദ്ധങ്ങളൊക്കെ എന്തായാലും എല്ലാവർക്കും പറ്റുമല്ലോ. പിന്നെ ഞങ്ങൾ ഒത്തിരി റിവ്യൂസൊക്കെ കണ്ടിട്ട് പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് അബദ്ധമൊന്നും പറ്റിയില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ പോയിട്ട് ഇപ്പോൾ അവിടെ ചെല്ലും. അവിടെ നിന്ന് പിന്നെ കേബിൾ കാർ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. കേബിൾ കാർ വഴി വേണം നമ്മൾ മുകളിലേക്ക് കയറാനായിട്ട്. അപ്പോൾ കുതിരയിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളവിടെ എത്തി. എന്നിട്ട് ഞങ്ങൾ കേബിൾ കാറിൽ വഴി ഞങ്ങൾ ഗുൽമർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേബിൾ കാർ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു കേബിൾ കാർ. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത്. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. അമ്പൂട്ടനും പപ്പയും കൂടെ കേബിൾ കാറിൽ നിന്ന് പപ്പയുടെ വീരവാദ കഥകളൊക്കെ കേട്ടുകൊണ്ടിരിക്കാം. കണ്ടോ, താഴോട്ട് പൈൻ മരങ്ങളും മഞ്ഞൊക്കെ നമുക്ക് കാണാം. അമ്പൂട്ടനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളുടെ അമ്പൂട്ടൻ പപ്പ അതിൻ്റെ ഇടയ്ക്ക് പല പരിപാടീസ് നടത്തുന്നുണ്ട്. ശിവയൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുവാണ്. നല്ല രസമായിരുന്നു. എന്തായാലും ക്ലൈമറ്റിൽ നിന്നും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്ക് വന്നില്ല. നല്ല രസമായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു.
കുറേയൊക്കെ എൻജോയ് ചെയ്ത് പിന്നെ ദേ അമ്പൂനൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് തണുക്കാൻ തുടങ്ങി പാവം. കയ്യിൽ ഗ്ലൗസ് ഒന്നും കിട്ടിയില്ല. അപ്പം മഞ്ഞൊക്കെ വാരിയത് കൊണ്ടാവും തണുത്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കരയാനൊക്കെ തുടങ്ങി. പിന്നെ ഞങ്ങൾ പറഞ്ഞ് പിന്നെ കുറച്ച് സമയം കൂടെയൊക്കെ ഇരുത്തിയതാണ്. ഞങ്ങളവിടെ എൻജോയ് ചെയ്യുവാണ് മഞ്ഞിൽ നടന്ന്. പിന്നെ പിള്ളേരുടെ കരച്ചിൽ കൊണ്ട് പിന്നെ അധികം ഒത്തിരിയൊന്നും നടക്കാൻ പറ്റിയില്ല. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ പോയേക്കാമെന്ന് വിചാരിച്ച്. ശിവ സ്കേറ്റിംഗ് ഒക്കെ ശിവ കുറച്ചൊക്കെ എൻജോയ് ചെയ്തു. എല്ലാവരും എൻജോയ് ചെയ്തു. പിന്നെ വിശന്നിട്ട് പിന്നെ അവിടെ ഫുഡ് ഉണ്ടായിരുന്നു. അവിടെ പോയി ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച്. ഇതൊക്കെയാണ് അവിടുത്തെ സീനറികൾ. അടിപൊളിയാണ് കാണാനായിട്ട്. നമ്മൾ എന്താ പറയുക, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കാശ്മീർ പോകുന്നത്. എന്താ കളിക്കുവാണ് അവിടെ. അമ്പുമൊക്കെ കളിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കരയാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ നമുക്ക് സങ്കടമായി. മുഖമൊക്കെ മാറി വരുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ എൻജോയ്മെൻ്റൊക്കെ അവിടെ നടത്തി. കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് താഴോട്ട് പോന്നു. അങ്ങനെ ഗുൽമർഗ് നിന്ന് പോരാൻ പോവാണ്. അപ്പോൾ ഇവിടുന്ന് ഇന്ന് ഞങ്ങൾ ദാൽ ലേക്കിലാണ് സ്റ്റേ. രണ്ടാമത്തെ ദിവസത്തെ സ്റ്റേ ദാൽ ലേക്കിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് നേരെ ദാൽ ലേക്കിലോട്ടാണ് പോകുന്നത്. അവിടെ ബോട്ടിലാണ് ഇന്നത്തെ സ്റ്റേ. നാളെ രാവിലെ ബോട്ടിങ്ങും കഴിഞ്ഞിട്ട് പിന്നെ പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളുടെ മൂന്നാമത്തെ ഡേ പോകുന്നത്.